എന്താണ് ഈ ബ്ലോക്സിഡിയോ എന്ന് പറയുന്ന ഗെയിം? സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ M10 ഗെയിമിംഗ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ഈ ബ്ലോക്സിഡിയോ എന്ന ഗെയിമിനെ പറ്റി എനിക്കറിയണ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകണേക്കാട്ട് മുമ്പ് ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ബ്ലോക്സിഡിയോ റിലീസായത് മാർച്ച് 2021 ആണ്. സോ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഓർദർ ബേക്കർ എന്ന പുള്ളിയാണ്. ഇതിനു മുമ്പ് വേറെ ആളായിരുന്നു, പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണറായിട്ട് വരുന്നത്. ഓക്കെ, സോ ഈ ഗെയിം നമുക്ക് ആപ്പ് സ്റ്റോറിലും ക്രേസി ഗെയിംസ് എന്ന വെബ്സൈറ്റ് കിട്ടും. അത് ക്രേസി ഗെയിംസ് എന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ നമുക്ക് കുറേ അധികം ഗെയിംസ് വരും. അതിൽ ബ്ലോക്സിഡിയോ എന്ന് സെർച്ച് ചെയ്താൽ ഈ ഗെയിം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നേരെ ഗൂഗിളിൽ ബ്ലോക്സിഡിയോ എന്ന് സെർച്ച് ചെയ്താൽ നേരെ ഗെയിമിലേക്ക് എൻ്റർ ആയി പോകും. ഓക്കെ, സോ ഈ ഗെയിം PC ഗെയിമേഴ്സിന് മാത്രമല്ല, മൊബൈലിലും ഇതൊക്കെ കളിക്കാനായിട്ട് പറ്റും. മൊബൈലിലും സെയിം വഴി തന്നെ. ഓക്കെ, ഗൂഗിളിലൊക്കെ പോയി നിങ്ങൾക്ക് അടിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഗെയിം ഫ്രീ ആയിട്ട് കളിക്കാനായിട്ട് പറ്റും. പിന്നെ ബ്ലോക്സിഡിയോ എന്ന് പറയുന്നത് ഒരു മൈൻക്രാഫ്റ്റ് പോലത്തെ ഒരു ഗെയിമാണ്. ബ്ലോക്സിഡിയോ ഈ മൈൻക്രാഫ്റ്റിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് ഉണ്ടായ ഒരു ഗെയിമാണ് കേട്ടോ. ഓക്കെ, സോ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് പൈസ കൊടുത്താലേ കളിക്കാൻ പറ്റും. പക്ഷേ ഇതങ്ങനെയില്ല, ഇത് ഫ്രീ ആണ്. ഗൂഗിളൊക്കെ അടിച്ച് നോക്കിയാൽ സിമ്പിളായിട്ട് കിട്ടും. വെറുതെ സ്റ്റോറേജ് കളയേണ്ട ആവശ്യമില്ല. ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ സിമ്പിളായിട്ട് കളിക്കാനായിട്ട് നിങ്ങൾക്ക് ഇത് പറ്റും. പിന്നെ ഇതൊരു ഓൺലൈൻ ഗെയിമാണ്, സോ നെറ്റ് ആവശ്യം ഉണ്ടാവും. ഓക്കെ, സോ പിന്നെ നമുക്ക് ഈ ഗെയിമിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മറ്റ് പ്ലേയേഴ്സിന് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാനൊക്കെ പറ്റും. ഒരുമിച്ച് ഇപ്പോൾ ബെഡ് വാർസ് ആണെങ്കിൽ ബെഡ് വാർസ് ഒക്കെ ഒരുമിച്ച് കളിക്കാനൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ, മൈൻക്രാഫ്റ്റ് മേടിക്കാൻ പറ്റാത്ത കുറേ ആളുകളുണ്ടാവും. സോ അവർക്ക് മൈൻക്രാഫ്റ്റ് പോലത്തെ ഒരു ഗെയിം എന്ന് വേണമെങ്കിൽ ഇത് പറയാം. ഇത് അവർക്ക് ഈ ഗെയിം ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാണ്ടിരിക്കാം. അത് അവരുടെ ഇതായിരിക്കും. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇതിൽ വേറൊരു കാര്യമാണ് സൂപ്പർ റാങ്ക് എന്ന് പറയുന്ന ഒരു സംഭവം. സോ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത് ഈ ഒരു സംഭവത്തിന് വേണ്ടി മാത്രം പൈസ കൊടുക്കണം. ഓക്കെ, സോ ഇത് പൈസ കൊടുത്തില്ലെങ്കിലും ഒരു പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് കളിക്കാനൊക്കെ പറ്റും. അത് അവർക്ക് ഒരു വെറുതെ ഒരു സംഭവം. അതായത് സൂപ്പർ റാങ്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പേര് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം, നെയിം ടാഗ് കളർ ചെയ്യാം. പിന്നെ നമുക്ക് പുറകിലൊരു കേപ്പ് കിട്ടും. കേപ്പ് ഇഷ്ടമുള്ളത് വെക്കാനായിട്ട് പറ്റും. അത് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അവർ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, അല്ല കുറച്ച് കേപ്പുകൾ തന്നിട്ടുണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ എന്നിട്ടായിരുന്നു മറ്റേ സ്കിന്ന് മാറ്റാനായിട്ട് പറ്റും. ഇത്രയാണ് സൂപ്പർ റാങ്കിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അതെത്ര പൈസ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുകയാണെങ്കിൽ പൈസ കൊടുക്കണ്ട, അല്ലെങ്കിൽ സാധാ പോലെ കളിച്ചാലും മതി. ഓക്കെ, പിന്നെ കുറേ പ്ലേയേഴ്സ് ഇത് കോഡൊക്കെ ചെയ്ത് ഒരു സർവറിൽ കോഡിങ് ഒക്കെ ചെയ്ത് ഈ സൂപ്പർ റാങ്കും സ്കിന്നൊക്കെ എടുക്കണുണ്ട്. അതൊക്കെ സമ്മതിച്ചു, അതവർക്കൊക്കെ ഇഷ്ടം. കോഡിങ് ചെയ്യണം. പക്ഷേ എനിക്കതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കയറി പോകണില്ല. ഓക്കെ, ഞാൻ അതവിടെ വെച്ച് നിർത്തുന്നു. ഇനി ഇതിലൊരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കുറച്ച് ചില സമയത്ത് നമുക്ക് ഈ സാധനം എടുത്ത് തല്ലിപ്പൊളിക്കാൻ തോന്നും. കാരണം ചില സമയത്ത് ഭയങ്കര ലാഗായിരിക്കും. ചിലവർക്ക് അത് അവരുടെ നെറ്റ് കണക്ഷൻ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ആ ഗെയിമിൻ്റെ തന്നെ ഇതായിരിക്കും. നെറ്റ് കണക്ഷൻ സൂപ്പറാണെങ്കിലും ഗെയിം തന്നെ നമുക്ക് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ തരും. ഓക്കെ, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതൊന്ന് ഫിക്സ് ചെയ്താൽ ഈ ഗെയിം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി മാറാം. ഓക്കെ, കുറച്ചുകൂടി നന്നാവും ഈ ഗെയിം ആ ലാഗ് എടുത്ത് കളയുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ ഇതിലെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് മോഡ്സ്. സോ ഇതിൽ ഇഷ്ടംപോലെ മോഡ്സ് ഉണ്ട്. ഞാൻ ഇതിലിപ്പോൾ കുറച്ചെണ്ണം മാത്രമേ പറയണുള്ളൂ, കുറേ എണ്ണം ഞാൻ വിട്ടുപോകും. ഇതിൽ ഒന്നാമത്തെയാണ് സർവൈവൽ. അറിയാലോ, സാധാരണ മൈൻക്രാഫ്റ്റ് പോലെ തന്നെ സർവൈവ് ചെയ്ത് പോവാം, പക്ഷേ നൈറ്റ് ഉണ്ടാവില്ല. അതാണ് അതിലൊരു പ്രത്യേകത. നൈറ്റ് വരില്ല. സോംബീസ് നൈറ്റിൽ മാത്രമേ ഉള്ളൂ മൈൻക്രാഫ്റ്റിൽ സ്പോണാവുക, സോംബീസ്, സ്കെൽട്ടൻസ്. പക്ഷേ ഇതിൽ നേരെ തിരിച്ചാണ്. സാധാരണ സർവൈവലാണെങ്കിൽ മോർണിംഗിൽ ഡേ ടൈമിലും ഇവർ ചിലപ്പോൾ വരാം, ചിലപ്പോൾ കേവിൽ വരാം, അങ്ങനെയൊക്കെ വരാം. ഓക്കെ, അപ്പോൾ അവർ ഈ ഒരു നൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വിഷമം തീർത്തത് വേറൊരു പുതിയൊരു മോഡ് ഇറക്കിക്കൊണ്ടാണ്. അതായത് ഡേ ആൻഡ് നൈറ്റ് സർവൈവൽ ആണ്, അങ്ങനെന്തോ ആണ് അതിൻ്റെ പേര്. സോ അതിൽ ഈ ഡേ ഉണ്ടാവും, നൈറ്റ് ഉണ്ടാവും. നൈറ്റ് മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവും മോബ്സ്. ഓക്കെ, പിന്നത്തെ സെർവറാണ് പീസ്ഫുൾ സെർവർ. അതായത് പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് മറ്റുള്ളവരെ
ഒരു പബ്ലിക് സെർവറാണ്. നമുക്ക് മറ്റുള്ളവരെ ഒന്നും അടിക്കാനോ കൊല്ലാനോ ഒന്നും പറ്റില്ല. ജസ്റ്റ് പീസ്ഫുള്ളായിട്ട് കളിക്കുക, അത്ര തന്നെ. ക്രിയേറ്റീവ് ഉണ്ട്, ബെഡ് വാർസ് ഉണ്ട്, സ്കൈ വാർസ് ഉണ്ട്, വൺ ബ്ലോക്ക് ഉണ്ട്, ലക്കി ടവർ ഉണ്ട്, ലക്കി ബ്ലോക്ക് ബാറ്റിൽ ഗ്രൗണ്ട് ഉണ്ട്, മർഡർ മിസ്റ്ററി ഉണ്ട്, ഹൈഡ് ആൻഡ് സിക്ക് ഉണ്ട്, പിന്നെ 99 നൈറ്റ്സ് ഉണ്ട്. പിന്നെ ഗൈസ് ഇതിൽ വേറെ ഒരു സംഭവമാണ് എവിൽ ടവറും ബ്ലോക്സ് ഹോപ്പും. ഈ രണ്ട് ലോബിയും എന്ന് പറയുന്നത് ഒരു പാർക്കോർ ലോബിയാണ്. അതായത് ഒരെണ്ണത്തിൽ മറ്റേ ആകാശത്തിലോട്ട് ഇങ്ങനെ പാർക്കോർ ചെയ്ത് പോവാം. ഓക്കെ, രണ്ടാമത്തത് എന്ന് പറയുന്നത് ഒരു വലിയൊരു ബോക്സിൻ്റെ ഉള്ളിൽ നമ്മളെ കൊണ്ടുവിടും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് എങ്ങനെയെങ്കിലും പാർക്കോർ ചെയ്ത് എത്തുക എന്നതാണ് ഈ സെർവർ. ഓക്കെ, ഏത് ഈവിൽ ടവറും ബ്ലോക്സിൻ്റെ ഹോപ്പും. പിന്നെ ഉള്ളതാണ് ഡൂഡിൽ ക്യൂബ്. ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഗെയിമിൽ കയറുമ്പോൾ ഒരു എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് പറയും. ചിലപ്പോൾ ഒരു വില്ലേജ് ഉണ്ടാക്കാൻ പറയും, ചിലപ്പോൾ ഒരു കടൽ തന്നെ ഉണ്ടാക്കാൻ പറയും, ബീച്ച് സൈഡ് ഉണ്ടാക്കാൻ പറയും. സോ അതൊന്ന് അവർ തന്നെ ക്രിയേറ്റീവ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുക, പിന്നെ അത് പബ്ലിക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒരു ടൈം കഴിയുമ്പോൾ ബാക്കിയുള്ള ഒരു പ്ലേയേഴ്സും അവരുണ്ടാക്കിയിലേക്ക് നമ്മളൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അവസാനം നമ്മുടെ അടുത്തേക്കൊക്കെ വരും. പിന്നെ വോട്ടിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ ഗുഡ് ആണെങ്കിൽ ഗുഡ്, വെരി ഗുഡ് ആണെങ്കിൽ വെരി ഗുഡ്, വെരി ബാഡ് ആണെങ്കിൽ വെരി ബാഡ്, അങ്ങനെ കൊടുക്കുക. അവസാനം ജയിക്കുക, അത്രേ ഉള്ളൂ. സിമ്പിളാണ് ഈ ഗെയിം എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ക്യൂബ് വാർഫെയർ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. 1v1 PvPക്ക് പകരം, അതായത് സ്വാഡ് ഫൈറ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഗണ്ണാണ്. ഈ മോഡിൽ, ഈ സെർവറിൽ, ക്യൂബ് വാർഫെയർ എന്ന് പറയുന്ന സെർവറിൽ ജസ്റ്റ് ഗൺ ഫൈറ്റാണ്. ഇത് ടീമായിട്ടായിരിക്കും, ബ്ലൂ ടീം റെഡ് ടീം, അവരെ കൊന്നു കളയാം, അത്രേ ഉള്ളൂ. ഗണ്ണ് വെച്ച് വെടി വെച്ച് കൊല്ലാം. പിന്നത്തെയാണ് 1v1 സിവിലൈസേഷൻ. അങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു സ്റ്റോൺ സോഡ, വുഡൻ സോഡ, അങ്ങനെ എന്തൊരു സോഡായിരിക്കും. അത് വെച്ച് നമ്മൾ ഓരോ ലെവലിൽ കംപ്ലീറ്റ് ചെയ്ത് പോകുക, അത്ര തന്നെ. കാരണം പ്രത്യേകിച്ച് അതിലൊന്നും ഇല്ല. പിന്നത്താണ് ലാസ്റ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻഡ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ കുറച്ച് വേവ്സ് വരും. ഒന്നാമത്തെ വേവ്, രണ്ടാമത്തെ വേവ്, മൂന്നാമത്തെ വേവ്, അങ്ങനെ കുറച്ച് വേവും കാര്യങ്ങളും വരും. അതിൽ നിന്ന് വരുന്നത് മോബ്സ് ആയിരിക്കും. സോംബി സ്കെൽറ്റൺ, മറ്റേ കരടി, പട്ടികൾ, അങ്ങനെ കുറേ പേര് വരും. അവരൊക്കെ കൊന്ന് അവസാനം വരെ സർവൈവ് ചെയ്ത് നിൽക്കാം. പിന്നത്തെയാണ് ബാക്ക് റൂം. ഇതത്ര പേടിക്കാനായിട്ടൊന്നുമില്ല. ഒറിജിനൽ ബാക്ക് റൂംസ് പോലെ ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ജസ്റ്റ് നമ്മൊരു നീല റൂം, ബ്ലൂ റൂം കണ്ടുപിടിക്കണം. അതിലേക്ക് കണ്ടുപിടിച്ചാൽ പിന്നെ ബാക്കിയുള്ളവർ അവിടെ വെച്ചാൽ എസ്കേപ്പ് ആവുക, വേറെ ഫ്ലോറിലേക്ക് പോകാത്തേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ബാക്ക് റൂംസ് എന്ന് പറയുന്നത്. പിന്നെ സുനാമി സ്റ്റീൽ ബ്രെയിൻ റോഡ്സ്, അതിനെക്കുറിച്ച് എനിക്ക് ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാനത് അവിടെ മാറ്റി വയ്ക്കുന്നു. ഓക്കെ, സോ ഇത്ര ഞാൻ ഇപ്പോൾ പറയണുള്ളൂ. ഇനി കുറേ മോഡ്സ് ഉണ്ട്. സോ അതൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാനായിട്ട് നോക്കാം. ഓക്കെ, ഒരു SMB തുടങ്ങാൻ ഞാൻ നോക്കുന്നുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം. ഓക്കെ, അതെന്ന് വെച്ചാൽ ഒരു മറ്റേ ഡേ ആൻഡ് ലൈറ്റ് സെർവറില്ലേ, അതിലായിരിക്കും നമ്മളൊരു SMB പോലെ ഒരു തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കണേ. പക്ഷേ ഇപ്പോഴൊന്നും തുടങ്ങില്ല ഞാൻ. കാരണം കുറച്ച് ആൾക്കാരൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളെ കൊണ്ടുവരാം. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഈ സെർവർ ഉണ്ടാക്കുകയും നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതിനെക്കുറിച്ച് ബാക്കി ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം. അതിനായിട്ടൊരു വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ ആൾക്കാരൊക്കെ വന്നിട്ട് സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ട് അതിനായിട്ടൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ സർവൈവലൊക്കെ കളിക്കുമ്പോൾ ടൂളും അതിൻ്റെ ആർമർ ഡ്യൂറബിലിറ്റി അത് ഒട്ടും പൊട്ടുകയില്ല. മൈൻക്രാഫ്റ്റിലാണെങ്കിൽ അത് പൊട്ടിപ്പോവും, നമ്മൾ പിന്നെ ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കി ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കത് ഇപ്പോൾ ഒരു 100 ദിവസമോ 200 ദിവസമോ കഴിയുകയാണെങ്കിലും ആ വുഡൻ പിക്കാക്സ് അങ്ങനെ തന്നെ ഉണ്ടാവും, പൊട്ടത്തില്ല. അതേപോലെ തന്നെയാണ് ഈ ആർമറിൻ്റെ കേസ് വരികയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കുറച്ചൊക്കെ ധാരണ കിട്ടിയില്ല. മൈൻക്രാഫ്റ്റ് പോലത്തെ ആണ്. പിന്നെ ഇതേപോലെ മൈൻക്രാഫ്റ്റിൽ നിന്ന് കുറച്ച് വ്യത്യസ്തത ഉണ്ട്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്, ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്, രണ്ടിലില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ്. ഓക്കെ, സോ ഇതിൽ പിന്നെ കുറച്ച് ഞാൻ ഈയിടെയായിട്ട് കുറേ മലയാളികളെ കാണുന്നുണ്ട് ഈ ഗെയിം കളിക്കുന്നവരായിട്ട്. ഓക്കെ, സോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുറച്ച് ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം.
അറിയണത് മാത്രമായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നേക്കണം. ഇനിയും കുറച്ച് ഉണ്ടാവും. നിങ്ങൾക്കപ്പോൾ ഇതിലെന്തെങ്കിലും സംശയമോ എന്തെങ്കിലും വരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ റിപ്ലൈ തരും. കൂടുതൽ ഡൗട്ട് വരാണെങ്കിൽ നമ്മളതൊരു വീഡിയോ പോലെ ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലൻ വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഗൈസ്.